ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED മാത്സ് മെയിൻ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പഠന പ്രവർത്തനങ്ങളും വർക്ക്ഷീറ്റുകളും എന്നതാണ്. വർക്ക്ഷീറ്റൊക്കെ ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഒരു ക്ലാസ്സിലോട്ടേക്ക്, ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി ക്ലാസ്സിലേക്കോ ലോവർ പ്രൈമറി ക്ലാസ്സിലേക്കോ നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടാകേണ്ട സവിശേഷതകൾ ചോദിക്കാറുണ്ട്. ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സിൽ നമ്മളിത് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, മുന്നറിവ്, പ്രായോഗികത, അനുയോജ്യത, സമഗ്രത, ഗണിത സമീപനം, വ്യക്തിഗത പരിഗണന, ഇതൊക്കെയാണ് ഉണ്ടാകേണ്ടത്. ചെറുതായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, നമ്മൾ ഓരോ കുട്ടിയെയും മനസ്സിലാക്കി വേണം പ്രവർത്തനങ്ങൾ കൊടുക്കാൻ. അവരുടെ ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണം കൊടുക്കാൻ. ഇപ്പൊ തുമ്പിയെ കൊണ്ട് കല്ലിടിപ്പിക്കുന്നത് പോലെ അവർക്ക് പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കരുത്. പിന്നെ ഓരോ കുട്ടിയുടെയും പ്രായം, അറിവ് എന്നിവയൊക്കെ കണക്കിലെടുത്ത് വേണം ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നൽകാനൊക്കെ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യത്തേത് പ്രായം, മുന്നറിവാണല്ലേ. കുട്ടിയുടെ പ്രായം, മനോഭാവം, മുന്നറിവ് എന്നിവ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ കണക്കിലെടുക്കണം. കുട്ടിയുടെ പ്രായം, മനോഭാവം, മുന്നറിവ് ഇതൊക്കെ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആണ് പ്രായോഗികത എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നതും പ്രായോഗികവുമായ ഒന്നായിരിക്കണം. അത് പ്രയോജനപരമായിരിക്കണം അല്ലേ. ഒരു പ്രവർത്തനം കൊടുത്തു, അതുകൊണ്ട് ഭാവിയിലേക്ക് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ ആവരുത്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിപ്പിച്ചാലും നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനം കൊണ്ട് അവന് ഭാവിയിലും വല്ല പ്രയോജനവും ഉണ്ടായിരിക്കണം. പ്രായോഗികമായിരിക്കണം. പ്രയോജനപരവും പ്രായോഗികപരവും പിന്നീടും പ്രയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒന്നായിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ അനുയോജ്യത. സ്വീകരിക്കുന്ന ബോധന രീതികൾക്ക് അനുയോജ്യമായിരിക്കണം ഓരോ പ്രവർത്തനവും. ബോധന രീതികൾക്ക് അനുയോജ്യമായതായിരിക്കണം ഓരോ പ്രവർത്തനവും. ഭിന്നശേഷി നിലവാരത്തിലുള്ള കുട്ടികളുടെ ആവശ്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അതുപോലെ തന്നെ ഗണിത പഠന ബോധന സമീപനങ്ങൾക്ക് അനുയോജ്യമായിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ബോധന രീതികൾക്ക് അനുയോജ്യമായിരിക്കണം എന്ത്, പഠന പ്രവർത്തനങ്ങൾ. വിവിധ പഠന നിലവാരത്തിലുള്ള കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം. ഒരു ക്ലാസ്സിൽ ഒരു പ്രവർത്തനം കൊടുക്കുമ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രം പറ്റുന്നത്, ലോ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രം പറ്റുന്നത്, അങ്ങനെ കൊടുക്കരുത്. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുട്ടിയുടെ പ്രായം, മുന്നറിവ്, അതുപോലെ മനോഭാവം ഇവയുമായൊക്കെ ബന്ധപ്പെടുത്തി വേണം പ്രവർത്തനങ്ങൾ തയ്യാറാക്കാൻ, ആസൂത്രണം ചെയ്യാൻ. കൂടാതെ നൽകിയേക്കുന്ന പ്രവർത്തനം കുട്ടിയുടെ ഭാവിയിലേക്ക് പ്രായോഗികമാക്കാനും പ്രയോജനപരമാക്കാനും സാധിക്കുന്നതായിരിക്കണം. പിന്നെ ഓരോ കുട്ടിക്കും അനുയോജ്യമായ പ്രവർത്തനമാണോ നൽകിയിരിക്കുന്നത്, അതുപോലെ ബോധന രീതിക്ക് അടിസ്ഥാനമായ അല്ലെങ്കിൽ അനുയോജ്യമായ പ്രവർത്തനമാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഭിന്നശേഷി നിലവാരത്തിലുള്ള കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ഭിന്നശേഷി നിലവാരത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടി പരിഗണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം പ്രവർത്തനങ്ങൾ നൽകാനും അവരെ വെറുതെ ഇരുത്താതെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെയും അധ്യാപിക ശ്രദ്ധിക്കണം. അവരെയും ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഗണിത പഠന ബോധന സമീപനങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ബോധന രീതികൾക്ക് എന്താണ് അനുയോജ്യമായതായിരിക്കണം. പിന്നെ പല നിലവാരത്തിലുള്ള കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിലുണ്ടായിരിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനമായിരിക്കണം നൽകേണ്ടത്. ഇതൊക്കെയാണ് ഒരു പഠന പ്രവർത്തനം നൽകുമ്പോൾ വേണ്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. പഠന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ജിജ്ഞാസ ഉണർത്തുന്നതിനും അതുപോലെ സഹകരണാത്മക പഠനത്തിന്, കൊളാബറേറ്റീവ് ലേണിങ്ങിന് വഴിയൊരുക്കുന്നതുമായിരിക്കണം. ഇതും അതിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പോയിന്റ് ആണ്. കുട്ടിയുടെ ജിജ്ഞാസ വളർത്താൻ, സർഗാത്മകത വളർത്താൻ, അതുപോലെ സഹകരണ മനോഭാവം വളർത്താനൊക്കെ വഴിയൊരുക്കുന്നതായിരിക്കണം നൽകുന്ന പ്രവർത്തനങ്ങൾ. അടുത്തതാണ് വർക്ക്ഷീറ്റുകൾ, പ്രാധാന്യവും ഉപയോഗവും. ഗണിതാശയങ്ങൾ രൂപീകരിക്കാനും ആ ആശയങ്ങൾ കുട്ടികളിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും വർക്ക്ഷീറ്റുകൾ ഉപയോഗിക്കാം. ഓരോ പാഠഭാഗത്തിന്റെയും വിലയിരുത്തലിന്
വർക്ക്ഷീറ്റ് മികച്ചൊരു ഉപകരണമാണ് അല്ലെ. ഓരോ പാഠഭാഗത്തിനും വർക്ക്ഷീറ്റുകളുണ്ട് അല്ലെ. അപ്പൊ ആ വർക്ക്ഷീറ്റിൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കുട്ടി ചെയ്യുമ്പോൾ കുട്ടിയുടെ മുന്നുള്ള അറിവ് അല്ലെങ്കിൽ മുന്നറിവ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടിയുടെ ഗണിതാശയങ്ങൾ രൂപീകരിക്കാൻ, അതുപോലെ കുട്ടികളിൽ എത്രത്തോളം ആ ആശയങ്ങൾ എത്തിയിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വർക്ക്ഷീറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് ടീച്ചേഴ്സിനെ. അപ്പോൾ ഒരു കുട്ടി വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആ പഠിച്ചതിൽ നിന്ന് എന്ത് ലഭിച്ചു, എന്തൊക്കെയാണ് ആ കുട്ടി ഉൾക്കൊണ്ടിരിക്കുന്നത്, ആ കുട്ടിയുടെ മനസ്സിലെ ആശയങ്ങൾ എന്തെല്ലാം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രയോജനങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ടതാണ് ആശയ രൂപീകരണം. കുട്ടിയുടെ ആശയം, ഗണിതശാസ്ത്രപരമായ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആശയ രൂപീകരണമാണ്. പുരോഗതി വിലയിരുത്തൽ. കുട്ടിയുടെ പഠന പുരോഗതി കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ടതാണ്. വർക്ക്ഷീറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കുട്ടിയുടെ പുരോഗതി നമുക്ക് അളക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനിയും ഈ കുട്ടിയെ കുറച്ചുകൂടി ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണ്, കുട്ടിക്ക് പഠിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള നിലവാരം നമുക്ക് അളക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആശയ രൂപീകരണം, അതുപോലെ തന്നെ പുരോഗതി, കുട്ടിയുടെ പുരോഗതി വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കുട്ടിക്ക് സ്വയം പഠനം സാധ്യമാകുന്നുണ്ട്. വർക്ക്ഷീറ്റുകൾ കുട്ടി സ്വന്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് തന്റെ അറിവ് സ്വയം ബോധ്യപ്പെടാനും തിരുത്തലുകൾ വരുത്താനും അവസരം ലഭിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കും എന്താണ്, കുട്ടിയുടെ പഠന നിലവാരത്തെ കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കുന്നതാണ് വർക്ക്ഷീറ്റ്. അപ്പൊ രക്ഷിതാക്കൾക്ക് പുരോഗതി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടിയുടെ. അതുപോലെ ടീച്ചേഴ്സിന് പറ്റുന്നുണ്ട്. വർക്ക്ഷീറ്റിലൂടെ കുട്ടിക്ക് സ്വയം പഠനം സാധ്യമാകുന്നുണ്ട്, ആശയ രൂപീകരണം സാധ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലളിതമായ ഭാഷയും നിർദ്ദേശങ്ങളും ഉപയോഗിക്കുക, ചിത്രം, ഗ്രാഫ് എന്നിവ ഉൾപ്പെടുത്തുക, കുട്ടിയുടെ ചിന്താശേഷി വളർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് മൂന്നും ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണല്ലേ. ലളിതമായ ഭാഷ ഉപയോഗിക്കുക, ലളിതമായ ഭാഷയും നിർദ്ദേശങ്ങളും, അതുപോലെ ചിത്രങ്ങൾ, ഗ്രാഫുകൾ ഇവയെല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാകും. കൂടാതെ കുട്ടിയുടെ ചിന്താശേഷി വളർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്, വർക്ക്ഷീറ്റുകൾ, അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യം നോക്കി, ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കി, കൂടാതെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്താണെന്നും നോക്കി. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്കിനി കാണാം. താങ്ക്